ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജന്മ തിരുനാളിനും ഡിസംബർ 8 പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിനും വേണ്ടി ഞാനും നിങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ആഗ്രഹിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്തരുണത്തിൽ കർത്താവിന്റെ വലിയ കൃപ, വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ച ഈശോയുടെ അനന്ത കൃപ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാൻ തിരുക്കുടുംബത്തിന്റെ നാഥനായ വിശുദ്ധ യൗസേപ്പിന്റെ കരങ്ങളിലേക്ക്, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് വന്നു വസിച്ച ആ ഈശോയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കാൻ ഞാനും നിങ്ങളും ഏറ്റവും അധികം സന്തോഷത്തോടെ ഒരുങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, 8 ദിവസങ്ങൾ ഡിസംബർ 1 മുതൽ 8 വരെയുള്ള ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അമ്മയോട് ചേർന്ന്, അമ്മയുടെ പാദം പിടിച്ച്, അമ്മയുടെ സ്നേഹത്തണലിലായിരിക്കുന്ന ഏതാനും വിശുദ്ധരുടെ ജീവിതത്തിലൂടെ കത്തോലിക്ക തിരുസഭയിൽ പരിശുദ്ധ അമ്മയുടെ അനന്തമായ ദർശനങ്ങൾ, സാമീപ്യങ്ങൾ സ്വന്തമാക്കിയ കന്യകകളും സ്ത്രീകളുമായ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ ഈ 8 ദിനങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു പടി കൂടി അമലോത്ഭവയായ പരിശുദ്ധ അമ്മയെ പോലെ ആത്മാവില്, ഹൃദയത്തില്, ശരീരത്തില് വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഡിസംബർ 1 പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ഒരുങ്ങുന്ന 1 ദിനത്തിന്റെ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് കീഴടങ്ങിയ പരിശുദ്ധ അമ്മയെ ഓരോ ദിനങ്ങളിൽ എന്നതുപോലെ ഓരോ അവസരങ്ങളിലും ഞാനും നിങ്ങളും ധ്യാനിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുക സഭയിൽ ഏറ്റവും വലിയ വിശുദ്ധരിൽ ഒരാളായ സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിനെ കുറിച്ചാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണങ്ങളും ഈശോയുടെ പീഡാനുഭവത്തിന്റെ ഒരുപാട് ദർശനങ്ങളും സ്വന്തമാക്കിയ സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ് എന്ന് പറയുന്ന വിശുദ്ധ യൂറോപ്പിന്റെ മുഴുവൻ വലിയ ഒരു വിശുദ്ധയാണെന്നുള്ളത് വലിയ സത്യമാണ്. 1303 പ്രഭു കുടുംബത്തിൽ ജനിച്ചവളാണ് ബ്രിജിറ്റ്, വിശുദ്ധ ബ്രിജിറ്റ്. 7ാമത്തെ വയസ്സ് മുതൽ ദർശനങ്ങൾ സ്വന്തമാക്കിയവൾ, സ്വർഗീയ ദർശനങ്ങളും വെളിപാടുകളും സ്വന്തമാക്കി വളർന്നു വന്നവളാണ് വിശുദ്ധ ബ്രിജിറ്റ്. 13ാമത്തെ വയസ്സിൽ അവൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവളുടെ ചെറുപ്രായത്തിൽ ഏകദേശം 9 വയസ്സോളമായപ്പോൾ അവൾക്കൊരു ദർശനം കിട്ടുകയാണ്. പരിശുദ്ധയമ്മ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം ധരിച്ചു നിൽക്കുന്ന ദർശനം, ഒപ്പം പീഡ സഹിക്കുന്ന ഈശോയുടെ ദർശനം. ശിശുവായ അവളുടെ മനസ്സിൽ പരിശുദ്ധ അമ്മയും പീഡ സഹിക്കുന്ന ഈശോയും സ്ഥാനം പിടിച്ചതോടുകൂടി അമ്മയ്ക്കും ഈശോയ്ക്കും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പങ്കുവെച്ച് ഈശോയോടും അമ്മയോടുമൊപ്പം ആ ശിശു വളർന്നു വന്നു. 13ാമത്തെ വയസ്സിൽ അവളുടെ അപ്പന്റെ അതേ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച് വളരെ ദൈവവിശ്വാസിയായ ഒരു ജീവിത പങ്കാളിയോടൊത്ത് ജീവിതം ആരംഭിച്ച വിശുദ്ധ ബ്രിജിറ്റിന് സ്വർഗം 8 മക്കളെയാണ് ദാനമായി കൊടുത്തത്. വിശുദ്ധരായ ഈ ദമ്പതികൾ ഏറെ നേരം പ്രാർത്ഥിക്കും. അതിലേറെ ഇവർക്കിഷ്ടമാണ്
വളരെയധികം തീർത്ഥാടനങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ദമ്പതികളാണ് വിശുദ്ധ ബ്രിജിറ്റും ഹസ്ബൻഡും. അങ്ങനെയിരിക്കെ ബ്രിജിറ്റിന്റെ 40-ാമത്തെ വയസ്സിൽ ഭർത്താവുമൊത്ത് ഒരു തീർത്ഥാടനത്തിന് പോകുമ്പോൾ അവിടെ വെച്ച് അവരുടെ ഹസ്ബൻഡ് മരണമടയുകയുണ്ടായി. ഈശോയുടെ പീഡാനുഭവത്തെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിച്ചവൾ സ്വന്തം പുത്രനെ കാൽവരി കുരിശിൽ നിറക്കി തിരുശരീരം അടിയിലേക്ക് എടുത്തു വെച്ചപ്പോൾ സ്വർഗത്തോളം കണ്ണുകൾ ഉയർത്തി വിശ്വാസത്തോടെ നിന്ന പരിശുദ്ധ അമ്മയെ ജീവിതത്തോട് ചേർത്ത് വെച്ച വിശുദ്ധ ബ്രിജിറ്റ് പിന്നീട് അങ്ങോട്ട് അമ്മയോടും തിരുക്കുമാരനും ഒപ്പമുള്ള ഒരു ജീവിതമായിരുന്നു. അമ്മയോടും തിരുക്കുമാരനൊപ്പം ജീവിച്ചുകൊണ്ട് മക്കളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ച അവൾ പ്രാർത്ഥനയിൽ മാത്രം അഭയം തേടിയ വിശുദ്ധ ബ്രിജിറ്റ്. എന്തിനാണ് ഈ ഡിസംബറിൽ വിശുദ്ധ ബ്രിജിറ്റിനോട് കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ, വിശുദ്ധ ബ്രിജിറ്റിന് ഏതാനും ദർശനങ്ങൾ, ഏകദേശം 700ഓളം സ്വർഗീയ ദർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ ബ്രിജിറ്റിന്റെ സ്വർഗീയ ദർശനങ്ങളിൽ അധികവും കത്തോലിക്ക തിരുസഭ വിശ്വാസയോഗ്യമാണെന്ന് മാർപ്പാപ്പമാർ കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുള്ളവയാണ്. വിശ്വാസയോഗ്യമായ അനേകം ദർശനങ്ങളിൽ ഒരു ദർശനമുണ്ട് വിശുദ്ധ ബ്രിജിറ്റിന് കിട്ടിയ ഒരു ദർശനം. ഒരിക്കൽ വിശുദ്ധ ബ്രിജിറ്റ് ഈശോയുടെ ജന്മസ്ഥലമായ ബെത്ലഹേമിലേക്ക് ഒരു യാത്ര ചെയ്യുകയാണ്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ ആ പുൽക്കൂടിനടുത്തവൾ നിൽക്കുമ്പോൾ അവളുടെ കൺമുൻപിലേക്ക് അതിമനോഹരമായ ദർശനം കടന്നു വന്നുവെന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എക്സ്റ്റസിയിലേക്ക് ഒക്കെ കടന്നു പോകുന്ന ഈ വിശുദ്ധ, പ്രാർത്ഥനയിൽ മാത്രം അഭയം തേടിയ ഈ വിശുദ്ധ ഒരിക്കൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ സ്ത്രീയെ എന്നെ കേൾക്കുക എന്നൊരു സ്വരം അവൾ കേൾക്കുകയുണ്ടായി. വളരെയേറെ ഭയപ്പെട്ട അവൾ ഓടിപ്പോയി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീണ്ടും പ്രാർത്ഥനയ്ക്കായി അണയുമ്പോൾ രണ്ടാമതും മൂന്നാമതും ഈ സ്വരം കേട്ടു. മൂന്നാമത്തെ സ്വരത്തിൽ ഈശോ അവളോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. നിന്നെ ഞാൻ ആത്മാക്കൾ രക്ഷയ്ക്കുള്ള ഉപകരണമാക്കി മാറ്റും. അതുമാത്രമല്ല, ഈ ലോകത്തിൽ എന്റെ കൃപ അനേകർക്ക് പകരാനുള്ള കൃപയുടെ ഒരു ചാനലാക്കി ഞാൻ നിന്നെ മാറ്റുമെന്ന് അവളോട് ഈശോ ആ വേളയിൽ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോ അവളെ വിളിച്ചത് എങ്ങനെയാണ്? അവളോട് പറഞ്ഞു, ടു ബിക്കം മൈ ബ്രൈഡ് ആൻഡ് ചാനൽ. കർത്താവിന്റെ കൃപ ഒഴുക്കുന്ന ഒരു ചാനലായി മാറാൻ, കർത്താവിന്റെ കൃപ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ടവളായി മാറാൻ സ്വീഡനിലെ ഒരു സ്ത്രീയെ ഈശോ വിളിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധയായ അമ്മയുടെ കരം പിടിച്ച് ഈശോയോടൊപ്പം യാത്ര ചെയ്തപ്പോ വിശുദ്ധ ബ്രിജിറ്റിനെ ദൈവകൃപയുടെ ചാലുകളായി മാറ്റുവാൻ സ്വർഗം തെരഞ്ഞെടുക്കുകയാണ്. ബെത്ലഹേമിലേക്കുള്ള അവളുടെ തീർത്ഥാടനം 70-ാമത്തെ വയസ്സിലാണ്. 1372 70-ാമത്തെ വയസ്സിൽ ബെത്ലഹേമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തുന്ന വിശുദ്ധ ബ്രിജിറ്റ് അവിടെ കണ്ട ദർശനം എന്തെന്ന് ചോദിച്ചാൽ, 8 മക്കളെ പ്രസവിച്ച വിശുദ്ധ ബ്രിജിറ്റ് അവിടെ കാണുന്നത് ദിവ്യകുമാരന് കാലിത്തൊഴുത്തിൽ ജന്മം കൊടുക്കുന്ന പരിശുദ്ധ അമ്മയാണ്. അവൾ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്, ആ പുൽക്കൂടിനടുത്തേക്ക് ഞാൻ ചേർന്ന് നിന്നപ്പോൾ ഒരു കന്യകയെ കണ്ടു. വെള്ള വസ്ത്രം ധരിച്ച, നീളത്തിൽ നെയ്തെടുത്ത മേൽവസ്ത്രമണിഞ്ഞ, തലയിൽ വെയിൽ ധരിച്ചിരിക്കുന്ന നിറവയറോടെയുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അവളുടെ മുഖത്ത് അലൗകികമായ ഒരു സൗന്ദര്യം നിറഞ്ഞു നിന്നിരുന്നു. അമ്മ ഉണ്ണിക്ക് ജന്മം കൊടുക്കുന്നത് കാണാൻ ബ്രിജിറ്റ് കാത്തു നിൽക്കുന്നതായി അവൾ എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ഉണ്ണിക്ക് ജന്മം കൊടുക്കുന്ന ഇടത്തേക്ക് അവളെ കൊണ്ടുവന്ന് ചെന്നാക്കി. അവൾ ഉണ്ണിക്ക് ജന്മം കൊടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ
നിറവയറോടെ നിൽക്കുന്ന അവൾ ലിനൻ തുണികളും കൊച്ചു കൊച്ചു കമ്പിളി തുണികളും ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് തലയിലെ തട്ടം എടുത്തു മാറ്റി, ഷൂസ് അഴിച്ചു മാറ്റി, നീളത്തിലൊരു ഗൗൺ ധരിച്ചിട്ട് മുട്ടുകുത്തി കിഴക്കോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെ ബ്രിജിറ്റ് ദർശനത്തിൽ കാണുകയാണ്. വലിയ സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ്. അമ്മ ബ്രിജിറ്റിനോട് പറയുന്നുണ്ട്, ദിവ്യകുമാരന് ജന്മം കൊടുത്തപ്പോൾ ഈ ലോകത്തിൽ ഇന്നോളം ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷമായിരുന്നു, ആനന്ദമായിരുന്നു എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ബ്രിജിറ്റ് എഴുതി വെച്ചിരിക്കുകയാണ്, നിറവയറോടെ നിന്ന പരിശുദ്ധയമ്മ ഉണ്ണിക്ക് ജന്മം കൊടുക്കുന്നത് അവൾക്ക് കാണാൻ പറ്റിയില്ല. എന്നാൽ ഉണ്ണിയെ പ്രസവിച്ച് കിടത്തിയിരിക്കുന്ന അവൾ കണ്ടു. അതിനുശേഷം അവൾ പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വികസിച്ചിരുന്ന അവളുടെ ഗർഭപാത്രം കന്യകയുടേതുപോലെ ചുരുങ്ങി ചെറുതായിരിക്കുന്നത് അവൾക്ക് ദർശനത്തിൽ കാണാൻ പറ്റി. അമലോത്ഭവയായ പരിശുദ്ധയമ്മ, കന്യകയായ പരിശുദ്ധയമ്മ, കൃപ നിറഞ്ഞ പരിശുദ്ധയമ്മ തന്നെ തന്നെ വിശുദ്ധ ബ്രിജിറ്റിനെ വെളിപ്പെടുത്തിക്കൊണ്ട് കൃപ നിറഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ ആനന്ദം നിറഞ്ഞു നിന്നിരുന്നെന്ന് ബ്രിജിറ്റിനോട് അമ്മ പറയുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അമലോത്ഭവയായ പരിശുദ്ധയമ്മ, ഉണ്ണിക്ക് ജന്മം കൊടുക്കാൻ സ്വർഗം തെരഞ്ഞെടുത്ത പരിശുദ്ധയമ്മ, ആ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ആ പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഏതു നിമിഷവും പരിശുദ്ധിയോടെ ജീവിക്കാൻ ഒരു കൃപ അമ്മയോട് ഈ ദിനങ്ങളിൽ ഒരുങ്ങി ഒരുങ്ങി ചോദിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഈ കന്യകയുടെ അമലോത്ഭവയായ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് നാം ചിന്തിക്കണം. അവളുടെ വിശുദ്ധിയെ കുറിച്ച് നാം ചിന്തിക്കണം. അവളോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കണം. വീണ്ടും ബ്രിജിറ്റ് ആ ദർശനത്തിൽ കണ്ട മറ്റൊരു കാര്യം എന്നെ ഒരുപാട് സ്പർശിച്ചു. ഉണ്ണിയെ പ്രസവിച്ച് പുൽത്തൊട്ടിലേക്ക് കിടത്തിയപ്പോൾ ആ ദേശം മുഴുവൻ പ്രകാശപൂരിതമായി. ആ പ്രകാശം അമ്മയുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നതായി കാണുവാൻ പറ്റി. ഈശോ എന്നുള്ള പ്രകാശം അമ്മയെ പ്രകാശിപ്പിക്കുന്നു, ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് വേണ്ടിയും ഒരുങ്ങുമ്പോൾ പുൽത്തൊഴുത്തിൽ ജാതനാകുന്ന ഉണ്ണി ഈശോയുടെ ദിവ്യപ്രകാശം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ദേശത്തെ പ്രകാശിപ്പിക്കാൻ തക്കവിധം അനുഗ്രഹദായകമാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ദിനം എന്റെ ഹൃദയത്തിന് മാത്രമല്ല, ഈ അമലോത്ഭവ തിരുനാൾ ദിനങ്ങൾ എന്റെ ഹൃദയത്തിന് മാത്രമല്ല, എന്റെ കുടുംബത്തിനും, എന്റെ പ്രിയപ്പെട്ടവർക്കും, എന്റെ സ്നേഹിതർക്കും, എന്റെ ദേശത്തിനും പ്രകാശപൂരിതമാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒപ്പം വിശുദ്ധ ബ്രിജിറ്റിന് പരിശുദ്ധ അമ്മ കൊടുത്ത ഒരു ദർശനത്തിൽ അമ്മ സ്വർണം കൊണ്ടുള്ളൊരു കിരീടം ധരിച്ചിരുന്നതായി നാം കാണുന്നുണ്ട്. അതിൽ 7 ലില്ലിപ്പൂക്കളും 7 കല്ലുകളും ചേർത്ത് വെച്ചിരുന്നു. ഇത്തരുണത്തിൽ വിശുദ്ധ ബ്രിജിറ്റ് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ടവളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അമ്മയുടെ കിരീടത്തിൽ ധരിച്ചിരിക്കുന്ന ആ 7 സ്വർണക്കല്ലുകളും ആ ലില്ലി പുഷ്പങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ എത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്നു, അത്രമാത്രം അമ്മയുടെ ജീവിതത്തിന്റെ പരിശുദ്ധി നമ്മളിലേക്ക് അമ്മ ചേർത്ത് വെക്കും. ഈശോയെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ നമ്മെ സഹായിക്കും. ഈ കഴിഞ്ഞ ദിനത്തില് ഒരു പെൺകുട്ടി എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് ഇപ്രകാരമാണ്. ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു ഡോക്ടറായ പെൺകുട്ടി. അവളെ സംബന്ധിച്ചിടത്തോളം ഈശോയും മാതാവും ഒക്കെ അവളുടെ അടുക്കൽ വരും. അവളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞു കൊടുക്കും.
ഇവൻ കൊച്ചു കാര്യങ്ങൾ ഉൾപ്പെടെ സ്വർഗം അവൾക്ക് വെളിപ്പെടുത്താറുണ്ട്. അവൾ എനിക്ക് മെസ്സേജ് ചെയ്തു, സിസ്റ്ററെ, എനിക്ക് ഈശോ ഈ ദിവസങ്ങളിൽ ദർശനം തന്നു, അത് പറഞ്ഞാൽ അതെനിക്കൊന്ന് വ്യാഖ്യാനിച്ചു തരുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്നത് പോലെ ഞാൻ വ്യാഖ്യാനിക്കാം. അവൾ പറഞ്ഞു, ജോലിക്ക് പോകാനായി ഞാൻ വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്നെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ഒരു സ്ത്രീ ശബ്ദം പറയുന്നതായി കേട്ടു. ഞാൻ തിരിഞ്ഞു നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരമ്മയും ഒരു കുഞ്ഞിനെയും ഞാൻ കണ്ടു. പെട്ടെന്ന് അത് മാറി ഒരമ്മ ഈശോയുടെ പീഡ സഹിക്കുന്ന രൂപം. എന്നിട്ട് അമ്മ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഈ പീഡ സഹിക്കുന്ന ഈശോയെ ഇതാ നിന്റെ കൈകളിലേക്ക് ഞാൻ തരികയാണ്. അവൾ എന്നോട് പറയുകയാണ്, എനിക്ക് മനസ്സിലായി ഇത് പരിശുദ്ധ അമ്മയാണ്, ഈശോയാണ്. എന്നിൽ നിന്ന് സ്വർഗം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് ബോധ്യമാണ്, ഈ നാളുകളിൽ ഈശോയുടെ പീഡയോട് ചേർന്ന് സഹിക്കണമെന്ന് അമ്മ എന്നോട് ആവശ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ രക്ഷാകരമായ വേലകളിൽ പങ്കുചേർന്നവളാണ് പരിശുദ്ധ അമ്മയെങ്കിൽ, അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്നിൽ ആവും വിധം പ്രാർത്ഥിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്, ശുശ്രൂഷ ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ വേല ചെയ്യാൻ ഒരു ദൗത്യം നമുക്കുണ്ട്. വിശുദ്ധ ബ്രിജിറ്റിനെയും അത് തന്നെയാ കാണിച്ചു കൊടുത്തത്. ഈശോയുടെ പീഡ സഹിക്കുന്ന വലിയ ചിത്രങ്ങൾ, ദർശനങ്ങൾ കൊടുത്തെങ്കിൽ അവൾ ഈശോയോട് ചേർന്ന് അമ്മയുടെ കരം പിടിച്ച് ആത്മാക്കളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ ഒരു ഉപകരണമായി മാറി. പ്രിയപ്പെട്ടവരെ, അമ്മയെ സ്നേഹിക്കുന്നവർക്ക് തിരുക്കുമാരന്റെ കൃപകളും അവന്റെ സാന്നിധ്യവും സ്വർഗരാജ്യ വേലയും ദൈവം പ്രത്യേകമായി എടുത്തു വെക്കുമെന്ന് വിശുദ്ധ ബ്രിജിറ്റിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്തരുണത്തിൽ അമൂലോത്ഭവ തിരുനാളിന് വേണ്ടി നാം ഏറ്റവും അടുത്തൊരുങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ 7 കല്ലുകളും 7 ലില്ലിപ്പൂക്കളും എന്തിനെ സൂചിപ്പിക്കുന്നത് കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. ബ്രിജിറ്റിന് കിട്ടിയ ഈ ദർശനത്തിന്റെ ഈ 7 ലില്ലിപ്പൂക്കളുടെയും 7 കല്ലുകളുടെയും വ്യാഖ്യാനങ്ങൾ വിശുദ്ധ ബ്രിജിറ്റിന് വ്യാഖ്യാനിച്ചു കൊടുത്തത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ആണ്, സ്നാപക യോഹന്നാനാണ്. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, അവളുടെ തലയിൽ ധരിച്ചിരിക്കുന്ന കിരീടം, ബ്ലെസ്ഡ് വെർജിൻ ഈസ് ദ ക്യൂൻ ആൻഡ് ലേഡി ആൻഡ് മദർ ഓഫ് ദി കിങ് ഓഫ് ഏഞ്ചൽസ്. അമ്മ രാജ്ഞിയാണ്, അമ്മ മാലാഹമാരുടെ രാജ്ഞിയാണ് എന്നൊക്കെയാണ് അവിടെ വെളിപ്പെടുത്തി വെച്ചിരിക്കുക. ഇനി പരിശുദ്ധ അമ്മയുടെ തലമുടി സ്വർണ്ണ നിറത്തിലുള്ളതായിരുന്നു എന്നാണ് വിശുദ്ധ ബ്രിജിറ്റ് പറയുക. അവിടെ ഇങ്ങനെയാണ് പറയുക അതിന്റെ വ്യാഖ്യാനം, കന്യകകളിൽ ഏറ്റവും പരിശുദ്ധയായവളാണ്, അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് ആണ് പരിശുദ്ധ അമ്മ എന്നാണ് അവരുടെ തലമുടിയെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുക. അതുപോലെ ഒരു ഗോൾഡൻ ടൂണിക് ഉണ്ട്, അവൾക്കൊരു ഗോൾഡൻ ടൂണിക് ഉണ്ട്. അവിടെ അതിനെക്കുറിച്ച് പറയുക, പരിശുദ്ധ അമ്മയുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം, ദയ, അത് ലോക ജനതയോടും സ്വർഗത്തോടുമുള്ള അവളുടെ ഹൃദയത്തിന്റെ സ്നേഹമാണ്, അവളുടെ ഹൃദയത്തിന്റെ വലിയ അനുകമ്പയാണ് വെളിപ്പെടുത്തുക. അപ്പോ ഈശോയാണ് അവളുടെ കിരീടത്തിൽ 7 ലില്ലിപ്പൂക്കൾ ചാർത്തിയിരിക്കുന്നതെന്നാണ് ദർശനത്തില് വിശുദ്ധ ബ്രിജിറ്റ് പറയുക. അതിൽ ഒന്നാമത്തെ പൂക്കൾ അമ്മയുടെ എളിമയും, രണ്ടാമത്തെ പൂക്കൾ അമ്മയുടെ ദൈവഭയവും, മൂന്നാമത്തെ പൂക്കൾ അമ്മയുടെ അനുസരണവും, നാലാമത്തെ പൂക്കൾ അമ്മയുടെ ദയയും ക്ഷമയും, അഞ്ചാമത്തെ പൂക്കൾ അമ്മയുടെ വലിയ ആത്മധൈര്യവും, ആറാമത്തെ പൂക്കൾ ദൈവത്തോടുള്ള മധുരമായ സ്നേഹവും, ഏഴാമത്തെ പൂക്കൾ അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കരുണയുമാണെന്നാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ ബ്രിജിറ്റിന് വെളിപ്പെടുത്തി കൊടുത്തത് എഴുതി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇനി 7 കല്ലുകൾ കൂടി വിശുദ്ധ ബ്രിജിറ്റിന്റെ
വിശുദ്ധ ബ്രിജിറ്റിന് കിട്ടിയ ദർശനത്തിൽ അമ്മയുടെ കിരീടത്തിൽ കാണാൻ പറ്റും. ഒന്നാമത്തേത് അവളിലുള്ള അതിയായ നന്മയാണ്. രണ്ടാമത്തേത് അവളിലുള്ള വലിയ വിശുദ്ധി, പെർഫെക്റ്റ് പ്യൂരിറ്റിയാണ്. മൂന്നാമത്തേത് അവളിലെ അലൗകികമായ സൗന്ദര്യമാണ്. നാലാമത്തേത് അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ ജ്ഞാനമാണ്. അഞ്ചാമത്തേത് അമ്മയുടെ കരുത്താണ്. ആറാമത്തേത് അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ ദൈവിക പ്രകാശമാണ്. ഏഴാമത്തേത് ദൈവികമായ ഒരു കൃപയുടെ നിറവാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത്രയും വലിയ കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് വിശുദ്ധ ബ്രിജിറ്റിന് സ്വർഗം വെളിപ്പെടുത്തിയത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അമ്മയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന ലില്ലിപ്പൂക്കളുടെ ഗുണങ്ങളും അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന സ്വർണ്ണ കല്ലുകളുടെ ഗുണങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അപ്പോ അമ്മയോട് ചേർന്നിരിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് പറയാനാണ്. എന്നെ നിങ്ങൾക്കറിയാം, ഇഷ്ടംപോലെ ടെസ്റ്റിമണികളാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഓരോ വ്യക്തികൾക്കും കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഒരു മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, വലിയ അത്ഭുതമാണ് ചെയ്തിരിക്കുക കർത്താവ്. 4 വർഷമായി ഞാൻ പെട്ടുകിടന്നിരുന്ന ഒരു വലിയ കേസ് എന്റെ ജോലിയിൽ നിന്ന് പോലും പിരിച്ചുവിടാൻ കാരണമായ ഒരു വലിയ കേസായിരുന്നു. ഈ അടുത്ത ദിവസങ്ങൾ അതൊരു മീഡിയേഷൻ വെച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാനൊരു വചനമൊക്കെ പറഞ്ഞു കൊടുത്തു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഒരുപാട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. അന്ന് വൈകിട്ടുണ്ട് മെസ്സേജ്, വലിയ അത്ഭുതമാണ് സിസ്റ്ററെ, എല്ലാ അലിഗേഷൻസിൽ നിന്നും എന്നെ മാറ്റിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഫ്രീ ആണ്. എന്റെ ദൈവം എന്നെ സ്വതന്ത്രമാക്കി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇല്ലായ്മകളിൽ ഇല്ലായ്മ അനുഭവിച്ച പരിശുദ്ധ അമ്മ കൂട്ടുനിൽക്കും. നമ്മുടെ കുറവുകളിൽ നമ്മെ സ്നേഹിക്കാൻ അമ്മ കടന്നു വരും, താങ്ങാൻ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്, അമ്മയുടെ വലിയ കരുതൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ അമലോത്ഭവ തിരുനാളിന് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ ഒരുങ്ങാം. അതിന് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ ദാസനായ യാക്കോബെ, ഭയപ്പെടേണ്ട. ഇസ്രായേലെ, പരിഭ്രമിക്കേണ്ട. ദൂരദേശത്ത് അടിമത്തത്തിൽ കഴിയുന്ന നിന്നെയും നിന്റെ മക്കളെയും ഞാൻ മോചിപ്പിക്കും. യാക്കോബ് മടങ്ങി വരും. അവന് ശാന്തിയും സുരക്ഷിതവും കൈവരും. ആരും അവനെ ഭയപ്പെടുകയില്ല. എന്റെ ദാസനായ യാക്കോബെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സർവശക്തനായ കർത്താവേ, അത്യുന്നതങ്ങളിൽ വസിക്കുന്ന ദൈവമേ, തിരുവോസ്തിരൂപനായി ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അനന്തമായ കൃപകൾ ചൊരിയുന്ന അങ്ങയുടെ അനന്ത സ്നേഹത്തെ ഓർത്ത് പ്രിയപ്പെട്ട മക്കളിതാ ഒരേ മനസ്സോടെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് നോക്കുന്നു. തന്നെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നുവെന്ന് സങ്കീർത്തകൻ ഞങ്ങളോട് പറയുമ്പോൾ, ദൈവമേ, അങ്ങയെ തേടുവാനുള്ള കൊതിയോടെ, അങ്ങയെ കാണുവാനുള്ള ആഗ്രഹത്തോടെ, അങ്ങയെ അനുഭവിക്കാനുള്ള ആഗ്രഹത്തോടെ ഇതാ നിന്റെ മക്കൾ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു.
എന്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുണ്ടല്ലോ. ഓ കർത്താവേ, അയോഗ്യരായവർ, കുറവുള്ളവർ, പോരായ്മയുള്ളവർ അഭയം തേടി, ആശ്വാസം തേടി, ആനന്ദം തേടി ഇതാ നിന്റെ തിരുവോസ്തി രൂപനായ അങ്ങയുടെ പക്കലേക്ക് ഓടി വന്നിരിക്കുന്നു. അങ്ങയെ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓ ദൈവപിതാവേ, അങ്ങയുടെ മക്കളായി തീരുവാൻ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി തീരുവാൻ ഞങ്ങളെ വിളിച്ചതോർത്ത്, ഞങ്ങളെ ചേർത്ത് നിർത്തിയതോർത്ത് നന്ദി പറയുമ്പോൾ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഉണ്ണിയേശുവിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നൊരുങ്ങുമ്പോൾ, വചനത്തെ മാംസം ധരിക്കാൻ ഭൂമിയിലേക്ക് അവതരിക്കുവാൻ അനുവാദം കൊടുത്ത ദൈവപിതാവേ, അങ്ങയുടെ മഹാസ്നേഹത്തെ ഓർത്ത് യോഹന്നാൻ 3:16 തന്റെ ഏകജാതയിൽ വിശ്വസിക്കുന്ന ഒരു നശിച്ചു പോകാതിരിക്കാൻ, അവൻ നിത്യജീവനുണ്ടാകാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം അധികമായി ഞങ്ങളെ സ്നേഹിച്ച അപ്പാ, അങ്ങയുടെ വലിയ കരുണയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ പ്രിയപ്പെട്ട മക്കളെ, തിരുവോസ്തിരൂപനായ കർത്താവ്, നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി നിൽക്കുന്ന കർത്താവ്, അവന്റെ സന്നിധിയിൽ മനസ്സും ഹൃദയവും ആത്മാവും എല്ലാം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നപ്പ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പ, അങ്ങയുടെ കാരുണ്യത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നപ്പ. ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയുടെ അമൂല്യോത്ഭവ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ അമ്മയെയും ഈശോയെയും ജീവിതത്തോട് ചേർത്ത് പിടിച്ച വിശുദ്ധ ബ്രിജീറ്റിനെ പോലെ സ്വർഗം തന്റെ പ്രിയപ്പെട്ടവളായും ദൈവകൃപയുടെ ചാനലായും വിശുദ്ധ ബ്രിജീറ്റിനെ ഉപയോഗിക്കാൻ തീരുമാനസായെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മയെയും ഈശോയെയും കൂട്ടുപിടിക്കാൻ ഈശോ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്വർഗപിതാവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാം എഴുന്നേറ്റ് പറഞ്ഞുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. സ്തുതി, മഹത്വം, 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 മഹത്വം. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു, കർത്താവെ ആരാധിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു. ഓ കർത്താവെ സ്തുതിക്കുന്നു. നിന്റെ മക്കളിലേക്ക് ദിവ്യകാരുണ്യ നാഥ വലിയ അഭിഷേകം, വലിയ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാം, എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെക്കാം. അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, ഉണ്ണീശോയുടെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ സ്വർഗത്തെ കൂട്ടിരുത്താൻ ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗത്തെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാ നിയോഗങ്ങളും ഉത്തരമില്ലാത്ത എല്ലാ ചോദ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് സർവശക്തിയോട് ഒരിക്കൽ കൂടി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ ഒരുമിച്ച് നമുക്ക് ആരാധനാ ഗീതം പാടി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് എത്രയോ വലിയവനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ശുദ്ധ മാതാപിതാക്കൾ, ജോലിയില്ലാത്തതോർത്ത് കരയുന്ന ജീവിതങ്ങൾ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കൾ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ മക്കൾ, കിടക്കാൻ ഒരു കിടപ്പാടം പോലുമില്ലാത്ത അനേകം ജീവിതങ്ങൾ, ദൈവമേ, അങ്ങയുടെ തിരുമുൻപിലേക്ക് കുടുംബങ്ങളെ ചേർത്ത് വെക്കുകയാണ്. ഇല്ലായ്മകളിലും ആനന്ദിച്ചുകൊണ്ട് ഉണ്ണിയേശുവിന് ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മയെ പോലെ ഈ ഇല്ലായ്മകളുടെ നടുവിൽ ഹൃദയത്തിൽ കൃപയുള്ളവരാക്കി എല്ലാ ജീവിതങ്ങളെയും മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എസക്കിയേലിനോട്, പ്രവാചകനായ എസക്കിയേലിനോട് ദൈവം കൽപ്പിച്ചതൊക്കെ തന്റെ ഹിതത്തിനെതിരായിരുന്നിട്ടും അതൊക്കെ ചെയ്തവനാണ് പ്രവാചകൻ. കർത്താവിന്റെ വഴി തെരഞ്ഞെടുക്കുന്നവൻ നടന്ന അതേ പാതയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. കർത്താവെ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ എത്രയോ മക്കളാണ് അപ്പാ ഇന്ന് ഈ ലോകത്തില്. പുത്രനെ ഭൂമിയിലേക്ക് അയച്ച്
അവരെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിച്ചിട്ടും മക്കൾ പലപ്പോഴും അങ്ങയെ പോവുകയാണ്. ഈശോയെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ മാപ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നീതി സൂര്യനായ യേശുക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റാതെ അന്ധകാര തലങ്ങൾ ഏറെയുണ്ട്. അമലോത്ഭവയായ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വചനം മാംസമായ യേശുവിന് ജന്മം കൊടുക്കാൻ അമ്മ പരിശുദ്ധയായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗം അവളെ തെരഞ്ഞെടുത്തത്. നമ്മുടെ കുടുംബത്തിൽ യേശുവെന്ന വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വിശുദ്ധി കുറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിൽ പാപം കടന്നു വന്നിട്ടുണ്ട്. വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ട്. ഓ കർത്താവേ, മാപ്പ് തരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ നിന്റെ ദയ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ പ്രിയപ്പെട്ട മക്കളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം വഴിയായി ഈ ദേശത്ത്, ഈ നാട്ടില് വിശ്വാസത്തിന്റെ ആഴങ്ങൾ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു, ആരാധിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി കണ്ണുനീരോടെ ഈശോയെ സ്തുതിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴം തരണേ അപ്പ. കുടുംബങ്ങളിൽ വിശ്വാസം ജനിക്കട്ടെ, മാനസാന്തരങ്ങൾ ഉണ്ടാവട്ടെ. പുത്രന്റെ കുരിശുമരണത്തിന്റെ മനുഷ്യാവതാരം മുതൽ ഉത്ഥാനം വരെ നിൽക്കുന്ന ദൈവകൃപ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ നന്ദി. ഈശോയുടെ കരുണ, ഈശോയുടെ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ ചൊരിയപ്പെടുക, നമ്മളൊക്കെ പുത്തനാക്കപ്പെടുക, പുതിയ ഹൃദയം ലഭിക്കുക, വിശ്വാസം കുടുംബത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം.
ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ, ഞങ്ങളിപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നവജീവൻ ഞങ്ങൾക്ക് നൽകണമപ്പ. പുത്രനിലൂടെ ഈ ലോകത്തിൽ ലഭിച്ച നവജീവൻ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനിലൂടെ ലഭ്യമായ രക്ഷ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ കർത്താവേ. പരസ്പരം പഴിച്ചും കുറ്റപ്പെടുത്തിയും അലോഹ്യമായി സമാധാനം നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ അവസ്ഥകൾ ഞങ്ങളിലുണ്ട് കർത്താവേ. അങ്ങ് അരുളി ചെയ്യുന്നുണ്ടല്ലോ, തന്റെ ജനത്തിന് അവിടുന്ന് സമാധാനം അരുളും. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് അവിടുന്ന് സമാധാനം അരുളും. ഓ കർത്താവേ, ജീവിത പങ്കാളിയുമായുള്ള സ്നേഹത്തിന്റെ കുറവ് ഒക്കെ പല കുടുംബങ്ങളിലുണ്ട്. മരിച്ചാ മതി, മക്കളെ കെട്ടിച്ചു വിട്ടിട്ടും അതോർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, വിവാഹ ജീവിതം സക്സസ് അല്ലാത്ത അനേകം ജീവിതങ്ങൾ, ഇവരെല്ലാം ഈശോയെ അങ്ങയുടെ വലിയ കൃപയ്ക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ്. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കുമെന്ന് അങ്ങയുടെ രക്ഷയുടെ ദിനത്തിന്റെ വാഗ്ദാനമാണെങ്കിൽ അപ്പാ, കുടുംബങ്ങളിൽ വിശ്വസ്തത നിറയട്ടെ, സ്നേഹം നിറയട്ടെ, കാരുണ്യം നിറയട്ടെ, സമാധാനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയുണ്ടാകട്ടെ അപ്പാ ഞങ്ങളുടെ ജീവിതങ്ങളിൽ. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന് അസാധ്യമായി നമ്മുടെ ജീവിതങ്ങളിൽ ഒന്നുമില്ല. സ്വർഗത്തിന് അസാധ്യമായി ഒന്നുമില്ല. കർത്താവ് നമുക്ക് നന്മ പ്രദാനം ചെയ്യും, നമുക്ക് സമൃദ്ധി നൽകും. നമ്മുടെ മുമ്പേ അവിടുന്ന് നടക്കും. ഇത് സ്വർഗത്തിന്റെ വാഗ്ദാനമാണ്. ഒരു നിമിഷം ഒന്ന് നിശബ്ദമാക്കിയേ, കർത്താവിലേക്ക് ഉറ്റുനോക്കിക്കേ, കണ്ണുകൾ ഈശോയുടെ പക്കലേക്ക് ചേർത്ത് വെച്ച്, ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പറയും മുമ്പ്, ചോദിക്കും മുമ്പ് എല്ലാം നിനക്കറിയാം, എല്ലാ അവസ്ഥകളും നിനക്കറിയാം, എല്ലാം നിനക്കറിയാം. ഈശോയെ, ഞങ്ങളോട് നിന്റെ വലിയ കരുണ, വലിയ കരുതൽ കാണിക്കണമേ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എഫ്രായിം എന്റെ വത്സല പുത്രനല്ല, എന്റെ യോമനക്കുട്ടൻ എന്ന് പറഞ്ഞ് മുറിവേറ്റവനെ ഓർത്ത് കരയുന്ന, കരുണ കാണിക്കുന്ന, സഹതപിക്കുന്ന എന്റെ കർത്താവെ, അവിടുത്തെ കരുത്തുറ്റ കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുമ്പോ ദൈവം നമ്മോടുകൂടെ എന്നുള്ള അനുഭവത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ പക്കലേക്ക് നമ്മുടെ ജീവിതം ചേർത്തി വെച്ച് ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ, വലിയ ചൈതന്യം നമ്മൾ നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടെ പാടിപ്പാർപ്പിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിന്ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും.
താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. വാനമേഘത്തിൽ നിന്നും നീ ശക്തിയോടിറങ്ങി വന്നിടണേ. വാനമേഘത്തിൽ നിന്നും നീ ശക്തിയോടിറങ്ങി വന്നിടണേ. ദാസരാകും ഞങ്ങളെ നീ സ്നേഹത്താൽ ഒന്നിപ്പിച്ചിടണമേ. ദാസരാകും ഞങ്ങളെ നീ സ്നേഹത്താൽ ഒന്നിപ്പിച്ചിടണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. ദാനങ്ങളാൽ നീ ഞങ്ങളെ നിറച്ചിടുക എന്നുമെന്നുമേ. ദാനങ്ങളാൽ നീ ഞങ്ങളെ നിറച്ചിടുക എന്നുമെന്നുമേ. നിൻ കരത്തിൻ ശക്തി തന്നു നീ നന്മയാൽ അനുഗ്രഹിച്ചിടണമേ. നിൻ കരത്തിൻ ശക്തി തന്നു നീ നന്മയാൽ അനുഗ്രഹിച്ചിടണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. പാവനമാം നിന്മേനിയിൽ തൊട്ടു ഞങ്ങൾ ശക്തി പ്രാപിച്ചിടാൻ. പാവനമാം നിന്മേനിയിൽ തൊട്ടു ഞങ്ങൾ ശക്തി പ്രാപിച്ചിടാൻ. ആഴത്തിലിറങ്ങി വന്നിടണേ ദൈവാത്മാവേ, പരിശുദ്ധാത്മാവേ. ആഴത്തിലിറങ്ങി വന്നിടണേ ദൈവാത്മാവേ, പരിശുദ്ധാത്മാവേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആഴത്തിലിറങ്ങി വന്നിടണേ. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ, താഴ്ത്തുന്നു നിൻ മുൻപിലെന്നുമെന്നും. കേഴുന്നു നിൻ ദാസർ മക്കൾ ഞങ്ങൾ,
താഴ്ത്തുന്നു നിൻ മുന്നിൽ